ഹായ് ഹലോ മക്കളെ. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ചാപ്റ്ററുമായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും ഇന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് ഒരു താമസം കൂടാതെ ഈ ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് എന്താണ്? സെക്സ് ആൻഡ് ജെൻഡർ. അപ്പോൾ ലിംഗഭേദവും ലിംഗ പദവിയുമാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് സെക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? അതായത് നമ്മളൊരു ബേർത്തിൻ്റെ സമയത്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് അല്ലേ? നമ്മൾ ടിക്ക് ചെയ്ത് വിടില്ലേ? അതിനെയാണ് നമ്മൾ സെക്സ് അല്ലെങ്കിൽ ലിംഗഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ് അറ്റ് ബേർത്തിൻ്റെ സമയത്താണ് നമ്മൾ സെക്സ്, ജനന സമയത്താണ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് അടങ്ങിയിട്ടുള്ളതാണ്, ഓരോരുത്തരിലും അടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഏത് ജെൻഡർ ആണെന്ന് നമ്മളാണല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലിംഗപദവി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മൾ ആ ഒരു സോഷ്യലായിട്ടുള്ള ആ ഒരു ലൈഫിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പദവി, നമ്മൾ ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ള ആ ഒരു പദവിയാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രോമസോം, ഹോർമോൺസ് ആൻഡ് മെനി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ ബേസിസ് ഓഫ് ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. ഇവിടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ആ ഒരു നമ്മുടെ ലിംഗഭേദത്തിന് ഇത്രയും കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ക്രോമസോംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോർമോൺസ് ഉണ്ട്, പിന്നെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള നിരവധി സവിശേഷതകളും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ജെൻഡർ അല്ലെങ്കിൽ ലിംഗ പദവി വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോയാൽ നമ്മുടെ പ്യൂബേർട്ടിയാണ്. പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു നമ്മൾ പ്രായപൂർത്തിയാകുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്യൂബേർട്ടി മെയിലിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ എങ്ങനെയാണ് പ്യൂബേർട്ടി വരുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണോ സെമൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് അതാണ് നമ്മുടെ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. ആണുങ്ങളിലെ പ്യൂബേർട്ടി എന്ന് പറയുന്നത് സെമൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്, അതായത് ശുക്ലോത്പാദനം സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ മെയിൽ അല്ലെങ്കിൽ ഗേൾസിലാണെങ്കിൽ എപ്പോഴാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? മെൻസ്ട്രേഷൻ പീരീഡ് അല്ലെങ്കിൽ ആർത്തവം ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു പ്യൂബേർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂബേർട്ടി സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രത്യുൽപാദന ശേഷി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയൊരു ഓർഗാനിസത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി നമ്മൾ കൈവരിക്കുന്നതിനെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരിക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ എന്താണ്? പല ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലേ? ബോഡിക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. പല നമ്മുടെ ബോഡി പെട്ടെന്ന് നമ്മൾ ഉയരം വയ്ക്കുക, വണ്ണം വയ്ക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും, അതായത് സ്ത്രീകളും പുരുഷനിലും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ ആണുങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ മെയിലിൽ വരുവാണെങ്കിൽ എന്താണ്? ശുക്ലോത്പാദനമാണ് ആരംഭിക്കുന്നത്. ആൻഡ് ഈ സമയത്ത് തന്നെ ഇറക്ഷൻ ഓഫ് പെനിസ്, അതുപോലെ ബ്ലഡ് ഫ്ലോ, ആ ഒരു പെനിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ട് തന്നെ അതിന് ഇറക്ഷൻ സംഭവിക്കും. അതായത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുതലായതുകൊണ്ട് ആ ഒരു സമയത്ത് ലിംഗോദ്ധാരണം നടക്കും. അതാണ് നമ്മുടെ മെയിലിലുള്ള ആ ഒരു പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് ആ സ്റ്റേജിൽ ഇജാക്കുലേഷൻ ഉണ്ടാവും, അതായത് ഉദ്ധാരണം നടക്കുന്ന ആ ഒരു സമയം രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഇത് മെയിൻലി നടക്കുക. ആൻഡ് ഇതൊക്കെ നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസ് ആണ്, ഗ്രോത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചേഞ്ചസ് ആണ്. ഇത്രയും ശരീരമാറ്റങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പം ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഒരു പിക്ചറാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നല്ലേ, ടെസ്റ്റസ്, വാസ, ഡെഫറൻഷ്യ, പെനിസ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഓരോരുത്തരും വ്യത്യസ്ത സമയത്താണ് പ്രായപൂർത്തിയാവുന്നത്. എല്ലാവരും ഒരേ ടൈമിൽ ഒരിക്കലും പ്രായപൂർത്തിയാവില്ല, അതിനൊരു ഏജ് ഉണ്ട് അല്ലേ? എല്ലാവർക്കും പ്രായപൂർത്തിയാവുന്നത് വേറെ സമയങ്ങളിലാണ്. നമ്മളുടെ നമ്മുടെ എങ്ങനെയാണ് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നതിനെയും അതുപോലെ തന്നെ നമ്മളെ ജെനറ്റിക്സിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ഉണ്ടാവുക. ആൻഡ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഓവുലേഷനിലോട്ടാണ് പോകുന്നത്. ഓവുലേഷൻ എന്ന് പറയുന്നത് ആരിലാണ് നടക്കുക? യെസ്, സ്ത്രീകളിലാണ്, ഫീമെയിലാണ് നമുക്ക് ഓവുലേഷൻ കാണാനായിട്ട് പറ്റുക. അതായത് മെൻസ്ട്രൽ സ്റ്റേജ് ആണ്. ഫെർട്ടിലൈസേഷൻ മേ പോസിബിൾ ഇൻ ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ. നമുക്കറിയാം ഓരോ മാസവും ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇടയിൽ എന്തുണ്ടാവുന്നുണ്ട്? നമുക്ക് ഈ ഓവുലേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ മെൻസസ് ആയെങ്കിൽ
അതിൻ്റെ ഒരു 14th ഡേയിൽ എന്ത് നടക്കുന്നുണ്ട്, ഓവുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും 14 ഡേയിൽ ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും കോമൺ ആയിട്ട് നമ്മൾ 14 ഡേ ആണ് പറയുന്നത്. ആൻഡ് ഓൾസോ 28 ഡേയ്സ് കൂടുമ്പോഴാണ് ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഓവം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഒന്ന് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്താണ് എന്തുണ്ടാവുന്നത്, മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഒരു നമ്മുടെ അണ്ടം നാശമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ എല്ലാം ഈച്ച് മെൻസ്ട്രൽ സൈക്കിളിലൂടെയും ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്ത് ഇതിങ്ങനെ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താവും, ഫെർദർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറും, സൈഗോട്ട്, ഫീറ്റസ് ആയിട്ട് മാറും അല്ലേ, ഒരു കുഞ്ഞു വാവയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഫ്രം കൺസെപ്ഷൻ ടു പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രസവത്തിനെയാണ് നമ്മൾ ആ പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ. നമ്മളിപ്പോൾ ഗർഭിണികളെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗർഭകാലത്തും അവർക്ക് ഒരുപാട് ബോഡിയിൽ ചേഞ്ചസ് വരും. കുട്ടി ഉണ്ടായി കഴിയുമ്പോഴും ഒരുപാട് ചേഞ്ചസ് നമ്മൾക്ക് ഫിസിക്കലി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേർണലിയും ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്യൂബർട്ടി കൈവരിക്കുന്നത് ഏത് സമയത്താണ്, നമ്മുടെ കൗമാരഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്യൂബർട്ടി കൈവരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമുക്ക് കൂടുതലും ഈ ജനൈറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ആ ഒരു ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ നമ്മുടെ ജനൈറ്റൽ ഓർഗൻസ് എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കഴുകി അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഹ്യൂമിഡിറ്റി അല്ലാതെ ഈർപ്പം നിർത്താതെ നമ്മളത് എപ്പോഴും നല്ല ഡ്രൈ ആക്കി വെച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് മോയ്സ്ചർ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അവിടെ ഗ്രോത്ത്, ഫംഗൽ ഗ്രോത്ത്, മൈക്രോബിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ അണുബാധകളും കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടത് അടിവസ്ത്രങ്ങളൊക്കെ ഡെയിലി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ വായു സഞ്ചാരം കിട്ടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ, ഉണങ്ങിയ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ കൂടുതലായിട്ട് ആ പ്രായത്തിലുള്ളവർ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫംഗസിൻ്റെയും അങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെ അല്ലേ, ഈർപ്പമുള്ള ഭാഗത്ത് വളരുന്ന ബാക്ടീരിയാസിൻ്റെ ഒക്കെ ആ ഒരു ഇത് വളർച്ച കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഓരോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസ്, അഡോളസെൻ്റ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അടുത്തായിട്ട് ബീജ സംയോഗത്തിലേക്കാണ് പോകുന്നത്. അതായത് ഒരു ഓവും അണ്ടവും പിന്നെന്താണ് ഒരു സ്പേമും തമ്മിലുള്ള ആ ഒരു ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബീജ സംയോഗം എന്ന് വിളിക്കുക. അതായത് നമ്മുടെ അണ്ടവും ബീജവും തമ്മിൽ കൂടി കലരുന്നതിനെയാണ് ബീജ സംയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് അല്ലേ കൂടുതലായിട്ടും. അപ്പോൾ ഈ ഒരു ബന്ധത്തിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ആ അണ്ടത്തിലോട്ട് സ്പേം വന്നിട്ട് ജോയിൻ ആവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു യോനി നാളത്തിൽ നിന്നും സെർവിക്സിലൂടെ ഗർഭാശയത്തിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്മുടെ വെജൈനയിൽ വഴി സെർവിക്സിലൂടെ യൂട്രസിൽ എത്തുന്നു. യൂട്രസിൽ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക മക്കളെ, ഫാലോപ്പിയൻ ട്യൂബിൽ ആരും ഉണ്ടാവും, നമ്മുടെ ഓവം ഇങ്ങനെ കാത്തിരിപ്പുണ്ടാവും. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ബീജ സംയോഗം, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോ, സ്പേംസ് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടെയിൽസ് അറ്റ് എ സ്പീഡ് ഓഫ് അബൌട്ട് 1.5 millimeter per minute. അപ്പോൾ ഒരു മിനിറ്റിൽ 1.5 millimeter ആണ് സ്പേമിൻ്റെ ആ ഒരു അല്ലെങ്കിൽ മോട്ടിലിറ്റി എന്ന് നമ്മൾ പറയില്ലേ, വേഗത എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് അത്രയാണ്. ആൻഡ് സ്പേംസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഫ്ലജല്ലാർ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പേംസ് ഒരു ടെയിൽസ് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് അത് എവിടെ എത്തുന്നുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് സ്പേംസ് വന്നാൽ ഒരു സ്പേം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ അണ്ടത്തിലോട്ട് പ്രവേശിക്കുകയുള്ളൂ. അതായത് ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വളരെ കുറച്ച് സ്പേംസ് മാത്രമാണ് എത്തുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് സ്പേംസിൽ നിന്നും ഒരു സ്പേം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ ഓവിഡക്ട് ബൈ ദ ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ആൻ എഗ്. അപ്പോൾ എഗ്ഗും അണ്ടവാഹിയിൽ വെച്ച് ഒരു പുംബീജം അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡം രൂപപ്പെടുന്നു. സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു അണ്ടവും പുംബീജവും കൂടെ യോജിച്ചതിന് ശേഷം ഉണ്ടായി വരുന്ന സാധനം സൈഗോട്ട് എന്ന് നമ്മൾ പറയും. അതിനെയാണ് സിക്താണ്ഡം എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാൽ നമ്മുടെ ആർത്തവ ചക്രത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് 10 to 17th ഡേ, ആ ഒരു ഡ്യൂറേഷനാണ് ശരിക്കും ഈ ഒരു ബീജ സംയോഗത്തിന് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം എന്താണ്, ഓരോ പീരീഡ് എൻഡ് ആവുമ്പോഴാണ് പുതിയ നമ്മുടെ ഓവംസ് ഉണ്ടായി വരുന്നത്. പീരീഡ് എൻഡ് ആകുമ്പോഴല്ല, ഓരോ പീരീഡ് സ്റ്റാർട്ട് ആകുമ്പോഴാണ് ഇങ്ങനെ പുതിയ നമ്മുടെ അണ്ടം ഉണ്ടായി വരുന്നത്. അങ്ങനെ അണ്ടം ഏകദേശം ഒരു ഡെവലപ്പ് ചെയ്തൊരു മെച്യൂർ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ആ ഒരു ബീജ സംയോഗം നടന്നാൽ മാത്രമേ ആ സമയത്താണ് സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അതിന് ശേഷം വരുമ്പോൾ നമ്മുടെ അണ്ടം നശിക്കാൻ തുടങ്ങുകയാണ്. അതിന് ശേഷം എന്ത് സംഭവിക്കും, അത് സ്വീകരിക്കാതിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള 10 മുതൽ 17 ദിവസം എന്ന് പറയുന്നതാണ് ദ ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത്. ആൻഡ് എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായി, നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നു, അങ്ങനെ ഒരു സിക്താണ്ഡം ഉണ്ടായി, ഒരു സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ടിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ, നമ്മുടെ അണ്ടം ഇവിടെ ഇരിക്കുകയാണ്, അതിനുശേഷം ബീജ സംയോഗം നടക്കുന്നു. ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത്. അപ്പോൾ പുംബീജം അവിടെ എത്തുന്നുണ്ട്. ആൻഡ് അത് എന്തായിട്ട് മാറും, സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടായിട്ട് മാറും. സൈഗോട്ടിന് വീണ്ടും ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്, സെൽ ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അതായത് 2 സെൽസ് 4 സെല്ലാവും, 4 സെൽസ് 16 സെല്ലാവും, അങ്ങനെ പല പല ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഡിവിഷൻ നടന്ന് കിട്ടുന്ന സാധനമാണ് നമ്മുടെ മോറുല എന്ന് പറയുന്നത്. ഓക്കെ, മോറുലയ്ക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, കുറേ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതിനകത്തൊരു ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്ത് അത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം അണ്ടവും പുംബീജവും തമ്മിലുള്ള ആ ഒരു ഫ്യൂഷൻ നടന്നതിന് ശേഷം, അതായത് സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തതിന് ശേഷം സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിന് ഫെർദർ ഡിവിഷൻസ് നടക്കുന്നു. വീണ്ടും ഇങ്ങനെ എന്താ പറയുക, കോശ വിഭജനങ്ങൾ നടന്നിട്ട് എന്തായിട്ട് മാറുകയാണ്, മോറുലയായിട്ട് മാറുകയാണ്. മോറുല വീണ്ടും അതിന് ചേഞ്ചസ് സംഭവിച്ചിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് പോയിട്ട് നമ്മുടെ യൂട്ടറിയൻ വാളിൽ അറ്റാച്ച് ആവുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഭ്രൂണ വളർച്ചയിൽ നമ്മൾ ഈ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മോറുല എന്ന് പറയുന്ന ആ ഒരു സെല്ലിന് നമ്മുടെ ഏകദേശം 16 to 32 സെൽസ് ആണ് ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ, അതായത് നമ്മുടെ ബീജ സംയോഗം ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം 3 to 4 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മോറുല എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് ഒരു കൂട്ടം സെൽസ് ആണത്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് അതുണ്ടായി വരുന്നത്. ആൻഡ് ഈ ഒരു 5 മുതൽ 6 ദിവസം ആകുമ്പോൾ ഈ മോറുലയ്ക്ക് എന്താ സംഭവിക്കുന്നത്, ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ എൻഡോമെട്രിയം ഉണ്ടല്ലോ, നമ്മുടെ ഓരോ മാസവും പുതിയ എൻഡോമെട്രിയം ഉണ്ടാവുമെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള വോളാണ് എൻഡോമെട്രിയം. അപ്പോൾ ആ എൻഡോമെട്രിയം ലൈനിങ് ഒക്കെ ആണ് നമ്മുടെ പീരിയഡ്സ് ടൈമിൽ പുറത്തു പോകുന്ന. ഓരോ മാസവും പുതിയ എൻഡോമെട്രിയം ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എൻഡോമെട്രിയം ലൈനിങ്ങിൽ പോയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ ആ പറ്റിപ്പിടിക്കലിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയത്തിലെ ഭിത്തിയിൽ ആന്തരപാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. അല്ലെങ്കിൽ the blastocyst attached to its inner lining of uterus of the endometrium അല്ലെങ്കിൽ uterus called endometrium and begins to grow. It is called this process is called implantation എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംപ്ലാന്റേഷനിലൂടെയാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് the blastocyst became an embryo and develops into fetus. ആദ്യം ഒരു എംബ്രിയോ സ്റ്റേജിലോട്ടാണ് എത്തുന്നത്, ദെൻ ആണ് ഒരു ഫീറ്റസ് സ്റ്റേജിലോട്ട് എത്തുന്നത്. നമുക്കറിയാലോ എംബ്രിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ ലാർവൽ സ്റ്റേജിൽ പോലെ ഇരിക്കുന്ന ആ ഒരു ചെറിയ നമ്മുടെ റെപ്റ്റൈൽ പോലെയൊക്കെ ഇരിക്കുന്ന സാധനമാണ് എംബ്രിയോ എന്ന് പറയുന്നത്. അതൊരു ഫീറ്റസ്, ഒരു കുഞ്ഞു വാവ പോലത്തെ ഒരു സ്ട്രക്ചറിലോട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ എന്താണ് അതിൽ നടക്കുന്നതെന്നാണ് അല്ലേ. എഗ്ഗും സ്പേമും ഫ്യൂസായി, സൈഗോട്ട് ഉണ്ടായി, അത് മോറുലയായി, മോറുല ബ്ലാസ്റ്റോസിസ്റ്റായി, ബ്ലാസ്റ്റോസിസ്റ്റാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ആ ഒരു ഫീറ്റസ് എങ്ങനെയാണ് അതിനെ സംരക്ഷിച്ചിരിക്കുന്നത്, അതിന് എവിടെ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നതെന്നൊക്കെയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിനെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു പാളിയാണ് പ്ലാസെൻറ്റ എന്ന് പറയുന്നത്.
ഓക്കെ, പ്ലാസൻ്റ എന്താണെന്ന് വെച്ചാൽ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ദ ബ്ലാസ്റ്റോസിസ്റ്റ് അഡ്ഹെയർ ടു ദ യൂട്രൈൻ വാൾ. അതായത് യൂട്രസ് വാളിലേക്ക് ആ ഒരു പറ്റി പിടിച്ച് വളരുക എന്ന് പറഞ്ഞില്ലേ, ഇംപ്ലാന്റേഷൻ, അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള ഒരു ആവരണം പോലെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മുടെ പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസൻ്റ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തെഴുതണം? എംബ്രിയോണിക് ആൻഡ് യൂട്ടറിയൻ ടിഷ്യൂസ് വെച്ചിട്ടാണ്, ഗർഭാശയ കലകളും ഭ്രൂണകലകളും വെച്ചിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? പ്ലാസൻ്റ രൂപപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരാളുണ്ട്, അംബ്ലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി എന്ന് പറയുന്നത് അല്ലേ. പൊക്കിൾ കൊടി ബന്ധമാണ് അമ്മയും മകളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ എന്ന് പറയില്ലേ. ആ ഒരു പൊക്കിൾ കൊടി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പ്ലാസൻ്റയിലാണ് ഈ പൊക്കിൾ കൊടി രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അംബ്ലിക്കൽ കോഡ് ഫോം ചെയ്യുന്നത് പ്ലാസൻ്റയിലാണ്. ആൻഡ് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ബോഡിയിൽ, കുഞ്ഞിൻ്റെ ബോഡിയിൽ, ഫീറ്റസിൻ്റെ ബോഡിയിലോട്ട് എത്തുന്നത് ഏത് വഴിയാണ് മക്കളെ? അംബ്ലിക്കൽ കോഡ് വഴി അല്ലെങ്കിൽ പൊക്കിൾ കൊടി വഴിയാണ് ഇതെല്ലാം എത്തുന്നത്. അതുപോലെ തന്നെ ആ ഫീറ്റസിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ ഉണ്ടാവും അല്ലേ, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഉണ്ടാവും, അതെല്ലാം നീക്കം ചെയ്യുന്നതും എന്തിലൂടെയാണ്? ഈ അംബ്ലിക്കൽ കോഡിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്താണ് അമ്നിയോൺ എന്ന് പറയുന്നത് കേട്ടോ. അമ്നിയോൺ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വളർച്ചയുടെ ആ ഒരു ഭ്രൂണമുണ്ടായ ആദ്യ സമയത്ത് ഒരു എംബ്രിയോണിക് മെംബ്രെയിൻ അവിടെ ഫോം ചെയ്യും. അതിനെയാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ടൈമിൽ ആ ന്യൂട്രീഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെംബ്രെയിനാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന, ആ അമ്നിയോണിൻ്റെ അകത്ത് കാണപ്പെടുന്ന ദ്രവത്തിനെയാണ്, ആ ഒരു ദ്രാവക ഫോമിൽ കാണപ്പെടുന്ന സാധനമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടി ആണോ പെണ്ണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. പക്ഷെ അത് ഇന്ത്യയിൽ നമ്മൾ പ്രോഹിബിറ്റഡ് ആണ്, അതായത് നമുക്കിപ്പോൾ ഇവിടെ നടക്കില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് നടക്കും അല്ലേ. അവിടെ ഏതാ കുട്ടി എന്നുള്ളതൊക്കെ നേരത്തെ, ജെൻഡറൊക്കെ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് കുട്ടീനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ, ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതെ, പുറത്തു നിന്നുള്ള ആ ഒരു ആഘാതമൊന്നും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളത്. അതുപോലെ തന്നെ ദ ഡ്യൂറേഷൻ ഫ്രം ദി കൺസെപ്ഷൻ ടിൽ ദ ബർത്ത് ഓഫ് എ ബേബി ഈസ് കോൾഡ് ജെസ്റ്റേഷൻ പീരീഡ്. പ്രസവകാലം അല്ലെങ്കിൽ ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നത് അതുമുതൽ നമ്മുടെ ഒരു പ്രസവം നടക്കുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് കോമൺലി എത്ര ദിവസമാണ് കാണുക? 270 മുതൽ 280 ദിവസം വരെയാണ് ഈ ജെസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അഥവാ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത് നമ്മൾ 3 ട്രൈമസ്റ്റർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടിയുടെ ഫസ്റ്റ് മന്തിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ. സെക്കൻഡ് മന്ത് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ വലുതായി, തേർഡ് മന്തിൽ കുറച്ചും കൂടെ വലുതായി. അപ്പോൾ അതിൻ്റെ ഒരു ആ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്, അത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ വരുമ്പോഴേ ഒരു ലാസ്റ്റ് ആകുമ്പോഴാണ് 9th മന്തിനെയാണ് 9th 7th 8th മന്തുകളാണ് തേർഡ് ട്രൈമസ്റ്ററിൽ വരുന്നത്. 9th മന്ത് ആകുമ്പോഴത്തേന് കുട്ടീനെ കംപ്ലീറ്റ്ലി കമിഴാൻ തുടങ്ങും അല്ലേ. നമ്മുടെ ആ ഒരു നമ്മുടെ യൂട്രസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തലയാവാൻ തുടങ്ങും. ആൻഡ് വെജൈനേൻ്റെ ആ ഒരു ഭാഗത്തൂടെയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് HCG ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. ഇതിൻ്റെ പേര് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. നമ്മുടെ ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഹോർമോണിൻ്റെ അളവ് വളരെയധികം ബ്ലഡിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ യൂറിൻ വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? അതായത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നടക്കുന്നത് ഈ HCG ഹോർമോണിൻ്റെ ലെവൽ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ യൂറിനിലൊക്കെ HCG ഹോർമോണിൻ്റെ ലെവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രഗ്നൻ്റ് ആണ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് പ്രസൻസ് ഓഫ് HCG ഇൻ യൂറിൻ ഓർ ബ്ലഡ് ക്യാൻ കൺഫേം പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റൊക്കെ തന്നെയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ മദറിൻ്റെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോണിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ മദറിൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു മദറിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. ഗെയിൻസ് ബോഡി വെയിറ്റ്. നമുക്കറിയാം ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യും, ശരീരഭാരം വർദ്ധിക്കും,
സെർവിക്കൽ ഡയലേഷൻ ഉണ്ടാവും, അതായത് ഗർഭാശയത്തിൻ്റെ മുഖം വികസിക്കും. ആൻഡ് യൂട്ടറിയൻ എക്സ്പാൻഷൻ, ഗർഭപാത്രവും വികസിക്കും. ദ തിക്നെസ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞില്ലേ എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ഒരു ലൈനിങ്ങിൻ്റെ, ഗർഭാശയ ഭിത്തിയുടെ ഉൾഭിത്തിക്ക് നല്ല കനം കൂടും. ഇതെന്തിനാണ്? ആ ഒരു കുട്ടിയെ ഹോൾഡ് ചെയ്യണമല്ലോ. അതുപോലെ തന്നെ ആർത്തവം താൽക്കാലികമായിട്ട് നിർത്തും, അതായത് ആ ജെസ്റ്റേഷണൽ പീരീഡിൽ ആർത്തവം ഉണ്ടാകില്ല. ആൻഡ് ബ്രസ്റ്റ് ടെൻഡർനെസ് എൻലാർജ്മെൻറ്റ്, ബ്രസ്റ്റ് സ്തനങ്ങൾക്ക് ഭയങ്കര ഒരു മൃദുത്വവും അതുപോലെ തന്നെ വലിപ്പവും കൈവരിക്കുന്നത് ഈ ജെസ്റ്റേഷണൽ പീരീഡിലാണ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് മെറ്റബോളിക് റേറ്റ്, മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലേ, ആ പ്രവർത്തനങ്ങളൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ ആഹാരമൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. ഫോർമേഷൻ ഓഫ് പ്ലാസൻഡ വികസിക്കുന്നതായിട്ട് കാണാം. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇമോഷണലി കുറേയൊക്കെ കാര്യങ്ങളുണ്ടാവും. മൂഡ് സ്വിങ്സ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ആങ്സൈറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സംഭവങ്ങളും ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ കൗൺസിലിംഗ്, ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് തന്നെ ചെറിയ രീതിയിൽ കൗൺസിലിങ്ങും കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രസവാനന്തരം ഇതെല്ലാം എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതിയിലോട്ട് മാറുന്നതാണ്. ഇനി ആൻറ്റി നേറ്റൽ കെയർ അല്ലെങ്കിൽ ഗർഭകാല പരിചരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഗർഭകാലത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അവർക്ക് ഒരു പ്രത്യേക രീതിയിൽ പലരും ഛർദ്ദിക്കുന്ന കാണാം, തല കറങ്ങുന്നതൊക്കെ നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റേഷനിൽ ഡയബറ്റീസ് ചിലർക്ക് ഉണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനെ പല 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 രീതികളിൽ അവർ ഇമോഷണലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവരുടെ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇമോഷണൽ സപ്പോർട്ട്, നമ്മുടെ ഡിയർ വൺസിനെല്ലാം എന്ത് ചെയ്യണം? ഇമോഷണലി സപ്പോർട്ട് കൊടുക്കണം. ഫിസിക്കൽ സപ്പോർട്ട് ഓൾസോ നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലേ. ആൻഡ് അവർക്ക് സമീകൃത ആഹാരം കൊടുക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ഇവിടെ പ്രഗ്നൻ്റായി കുട്ടി ഉണ്ടാകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് എങ്ങനെ തടയാം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നിയമം അനുസരിച്ച് ഗർഭചിത്രമൊക്കെ നമുക്ക് നടത്താം. ഇപ്പോൾ നമുക്ക് ലോ അനുസരിച്ച് ചില കുട്ടികളിലൊക്കെ വരുന്നതിന് നമുക്ക് ഗർഭചിത്രമൊക്കെ നടത്താവുന്നതാണ്. കൺസെൻറ്റ് അനുസരിച്ച് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഗർഭചിത്രം നടത്താം, ചിലയിടങ്ങളിൽ നടത്താൻ പറ്റില്ല. അങ്ങനെ പലയിടത്തും പല ലോസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് വിവരമില്ല. ആൻഡ് പ്രോസസ് ഓഫ് മെഡിക്കലി ടെർമിനേറ്റിംഗ് ദ ഫീറ്റസ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് പ്രഗ്നൻസി പീരീഡ്. പ്രഗ്നൻസി പീരീഡിന് മുമ്പേ ഈ ഒരു എന്താ പറയുക, വൈദ്യശാസ്ത്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബോർഷൻ എന്ന് പറയുന്നത് അല്ലേ. അബോർഷൻ എന്ന് പറയുന്നത് ഗർഭചിത്രത്തെ ആണ് പറയുന്നത്. ആൻഡ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ സുരക്ഷിതമായ അബോർഷൻ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അബോർഷൻ നടത്താനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നല്ല ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഫിഷ്, നല്ല മീറ്റ് ഇതൊക്കെ കഴിക്കണം. കാരണം കുട്ടിക്ക് അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ കിട്ടണം. അമ്മയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗർഭകാലഘട്ടത്തിൽ ഈ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. ഡോക്ടേഴ്സൊക്കെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കുട്ടിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയൊക്കെ വളരെ അനിവാര്യമാണ് ഈ ടൈമിൽ. അപ്പോൾ ഇതിനായിട്ട് പച്ചക്കറി, പഴം നമുക്ക് ഫുഡിലൂടെ മാത്രമല്ല കിട്ടുന്നത്. അപ്പോൾ ഫുഡിലൂടെ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത്. ആൻഡ് നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹനത്തിനും മലബന്ധത്തിനൊക്കെ സഹായിക്കും. അതായത് ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചാൽ നമുക്ക് ഈസി ആയിട്ടുള്ള മോഷൻ എല്ലാം കറക്റ്റായിട്ട് നടക്കാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഗർഭിണികളിൽ ഭയങ്കരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഉപ്പ്, മധുരം, കൊഴുപ്പ് എന്നിവ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അമിതമായിട്ടുള്ള ഉപയോഗം. നമ്മൾക്കറിയാം അല്ലേ, ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴത്തേനും കുറേ ലഡുവും ജിലേബിയും ഒക്കെ ആയിട്ട് വന്ന് കഴിക്കുമ്പോളേ എന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുന്നത് കാണാം.
അപ്പോൾ ഇങ്ങനെ കഴിക്കാതെ നമ്മൾ ഒരുപാട് ഇങ്ങനെ മധുരം അടങ്ങിയിട്ടുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ ഗർഭകാലഘട്ടത്തിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിന് വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ BP-ക്കൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള ചേച്ചിമാർ, അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്നവരായിട്ടുള്ള പ്രഗ്നൻ്റ് ആയവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനത്തെ മധുരം ഉപ്പുള്ള സാധനങ്ങൾ, കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കാം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം, മിൽക്ക് പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം, പ്രോട്ടീൻ സോഴ്സ് നമ്മുടെ മീറ്റ്, അതുപോലെ തന്നെ ഫിഷ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. എക്സസീവ് ഷുഗർ എന്തൊക്കെയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഷുഗർ റെഗുലേറ്റ് ചെയ്യണം. കഫെയിൻ, നമ്മുടെ കോഫിയൊക്കെ അധികം കുടിക്കുന്നത് നമുക്ക് നല്ലതല്ല അല്ലേ, കഫെയിൻ ഉണ്ടാവും. അപ്പോൾ കഫെയിൻ റെഗുലേറ്റ് ചെയ്യണം. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ലൈക്ക് നമ്മുടെ സോസേജ്, ഹോട്ട് ഡോഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ നമ്മൾ കുറയ്ക്കുക, പ്രോസസ്സ് ആയിട്ടുള്ള ഫുഡൊക്കെ. ആൻഡ് അതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ നാരടങ്ങിയ ഭക്ഷണം, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, ഇലക്കറികൾ ഇവയെല്ലാം ധാരാളം കഴിക്കണം. അമിതമായിട്ടുള്ള മധുരം, ഉപ്പ് ഇതൊക്കെ ഒഴിവാക്കുക. കഫെയിൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ അസംസ്കൃതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്ന ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം അല്ലേ, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരിക, അല്ലെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ് വരിക, അങ്ങനെയുള്ള ഓവുലേഷൻ ഡിസോർഡർ ഒക്കെ ഈ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ വളരെയധികം ബാഡായിട്ട് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നതാണ്. നമ്മുടെ ആൽക്കഹോളിസം, ഇതൊക്കെ യൂസ് ഓഫ് ഡ്രഗ്സ് ഒക്കെ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും സ്മോക്കിംഗ് ഒക്കെ വളരെയധികം ബാഡായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ ആണുങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, സ്പേമിൻ്റെ എഫിഷ്യൻസി, മോട്ടിലിറ്റി ഒക്കെ വളരെയധികം കുറയാനായിട്ട് ഈ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് ഒക്കെ കാരണമാകാറുണ്ട്. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ പ്രത്യുൽപാദനത്തെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലഹരികളുടെ ഉപയോഗത്തിനെ പറ്റിയാണ്. ആൻഡ് ഗർഭകാലത്ത് റുട്ടീൻ ചെക്കപ്പ് നമുക്കറിയാം അല്ലേ, എല്ലാ മാസവും ഇങ്ങനെ ഗർഭിണികൾ ഹോസ്പിറ്റൽസ് ഇങ്ങനെ കയറി ഇറങ്ങുന്ന കാണാം. കാരണം എന്താണ്, ഇങ്ങനെ റുട്ടീൻ ചെക്കപ്സ്, വാക്സിൻസ് ഒക്കെ ഈ ഒരു ആൻറ്റിനേറ്റൽ കെയറിൻ്റെ ഭാഗമാണ്. ആ ഒരു ഗർഭകാലത്ത് ഇതെല്ലാം കൊടുത്ത് ആ ഒരു കുട്ടീനെ എത്രയും ഹെൽത്തി ആക്കി, കുട്ടീനെ മാത്രമല്ല അമ്മയും അതുപോലെ ഹെൽത്തി ആയിട്ട് അതായത് ഒരു പ്രസവം കഴിയുമ്പോഴും അതുപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഇവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ, എന്തെല്ലാം ഫിസിക്കൽ എക്സാമിനേഷനുകളാണ് നടത്തുന്നത്? അവർ ഡെയിലി അല്ല, അവരെപ്പോഴാണോ പോകുന്നത്, ചെക്കപ്പിന് പോകുന്ന സമയത്തെല്ലാം ബ്ലഡ് പ്രഷർ, വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യും. ഫിസിക്കൽ കണ്ടീഷൻ എപ്പോഴും ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ആദ്യത്തെ 3 മാസങ്ങളിൽ എന്ത് സംഭവിക്കും, പ്രഗ്നൻറ്റ് വുമണിന് ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ അല്ലേ, വെയിറ്റ് ഗെയിൻ ഓഫ് 2 kg എങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് ആദ്യത്തെ ആ ഒരു മാസങ്ങളിൽ. പിന്നെ ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റുകൾ നടത്താറുണ്ട്. നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടെസ്റ്റ്, TSHൻ്റെ ഹോർമോൺ ടെസ്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, HIV ഇൻഫെക്ഷൻ പോലുള്ള ടെസ്റ്റുകൾ, അനീമിയ, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, മലേറിയ, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ടല്ലോ. ഇതൊന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ബ്ലഡ് ചെക്കപ്പ്, യൂറിൻ ചെക്കപ്പ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പോകുന്ന അൾട്രാസൗണ്ട് സ്കാൻ അല്ലേ. നമ്മളൊരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഇപ്പോൾ ആദ്യമൊക്കെ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തായി, 3rd മന്തിലും സ്കാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3rd മന്ത് മുതലേ ഇപ്പോൾ സ്കാനിങ്ങുകളൊക്കെ ഒരു 8 മുതൽ 14 ആഴ്ചയായിരുന്നു, പക്ഷെ അതിപ്പം കുറച്ചും കൂടെ നേരത്തെ സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ വാക്സിനേഷൻ, മുലപ്പാൽ പോലെ തന്നെ ജന്മാവകാശമാണ് കുട്ടികളിലേക്ക് വാക്സിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നോക്കാം. ബേർത്തിൻ്റെ സമയത്ത് കുട്ടിയായിരിക്കുമ്പോഴേ കൊടുക്കുന്നതാണ് നമ്മുടെ BCG, OPV വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്, ഈ 3 വാക്സിനും ഉണ്ടാവുമ്പോൾ തന്നെ കൊടുക്കുന്ന വാക്സിനാണ്. ഇനി 6 വീക്സ് ഒക്കെ കഴിയുമ്പം OPV1, ഇത് ഇങ്ങനെ പെൻറ്റാവാലൻ വാക്സിൻ, ഇങ്ങനെ പല രീതിയിലുള്ള വാക്സിൻസ് ഉണ്ട് മക്കളെ. അപ്പോൾ ഈ വാക്സിൻസ് 16 വയസ്സ് വരെ ഏകദേശം നമ്മൾക്ക് എല്ലാവർക്കും വാക്സിനേഷൻ എടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തവരായിരിക്കും നിങ്ങളിൽ പലരും ഈ 16ാമത്തെ വയസ്സിലെ വാക്സിൻ നിങ്ങളെല്ലാം എടുക്കാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ.
ആൻഡ് നമ്മൾക്ക് ടീനേജ് പ്രഗ്നൻസി, കൗമാരകാലത്ത് ഗർഭധാരണം, നമുക്കറിയാം ആ ഒരു പീരീഡിലെ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു പീരീഡിൽ തന്നെ എന്തിനുള്ള ചാൻസും കൂടി ഉണ്ട്, ഗർഭധാരണത്തിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 10 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു ഗർഭധാരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കൗമാര ഗർഭധാരണം, ടീനേജിലുള്ള ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ ഒരു നമ്മുടെ ശരീരക്ഷമതയ്ക്ക് ഒട്ടും നല്ലതല്ല. ആ ഒരു പീരീഡിലുള്ള ഗർഭധാരണം ശരീരത്തിന് നല്ലതല്ല, ശരീരക്ഷമതയ്ക്ക് ആ ഒരു പ്രായമാകുമ്പോഴത്തേനും നമ്മൾക്ക് അത്രയും നമ്മൾ ഹെൽത്ത് കൈവരിക്കത്തില്ല. അപ്പോൾ ഈ കാലയളവിലുള്ള ഗർഭധാരണത്തിന് ഒരുപാട് സങ്കീർണതകളുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലൊന്നും ആരും ഈ ഒരു ഗർഭധാരണത്തിൻ്റെ രീതിയിലോട്ട് പോകാതിരിക്കുക. ആൻഡ് നമുക്ക് അറിയാം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടിയായിരിക്കുന്ന പ്രായമാണ്. അപ്പോൾ ഒരു മാതൃത്വം ഏറ്റെടുക്കാനുള്ള ഇതൊന്നും നമുക്ക് ആയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ എത്തി മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ഗർഭധാരണത്തെ പറ്റി ചിന്തിക്കേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അഡോളസൻസിൽ കാണാനായിട്ട് പറ്റും ഒരുപാട് ചൂഷണങ്ങൾ അല്ലേ, എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടത്തി അങ്ങനെ ഗർഭം ധരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ അബോർഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വേരിയേഷൻസ് ഇൻ ദ ബർത്ത് റേറ്റ് ആണ്, ജനന നിരക്കിലെ വ്യതിയാനങ്ങളാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അടുത്തടുത്തുള്ള ഗർഭധാരണം അല്ലേ. ഇപ്പോൾ ഈ ഒരു വർഷം പ്രസവിച്ചു, ഇനി അടുത്ത വർഷം പ്രസവിച്ചു, അടുത്ത വർഷം പ്രസവിച്ചു കഴിഞ്ഞാൽ എന്താവും, അമ്മയ്ക്ക് ഇങ്ങനെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നേരിടും. നമ്മൾ ഈ ഒരു ഫിലിമിൽ ഉണ്ടാവുമല്ലോ, ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പ്രസവം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വയ്യാതെയായി അമ്മ അങ്ങനെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ അതിനകത്ത് നമ്മുടെ ദുൽഖറിൻ്റെ അമ്മ മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാം അല്ലേ. അപ്പോൾ അതുപോലെയുള്ളൊരു റിസ്ക് ഉണ്ട്. എല്ലാവരും അങ്ങനെ മരിച്ചു പോകുന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു റിസ്ക്കും ഈ ഒരു തുടരെയുള്ള ഗർഭധാരണത്തിൽ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഈ ജനന നിരക്ക് കുറവുള്ള രാജ്യങ്ങൾ, നമ്മുടെ ഒരു രാജ്യം വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജനന നിരക്ക് വളരെ കൂടുതലാണ് അല്ലേ. ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ. ആൻഡ് നമ്മുടെ അങ്ങനെ അല്ലാത്ത കൺട്രികളുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത കൺട്രികളിൽ എന്ത് ചെയ്യും, കുറേ ഇങ്ങനെ കുട്ടികളെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ ഗവൺമെൻറ് തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകുന്ന നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, എങ്ങനെയൊക്കെ ഗർഭധാരണം തടയാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഏതൊക്കെയാണ്, പല രീതികളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഫസ്റ്റ് വൺ ഈസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് ഹോർമോൺ ഗുളികകളാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അണ്ടത്തിൻ്റെ ഉൽപ്പാദനം തടയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സഹേലി എന്ന് പറയുന്ന ആ ഒരു ഗുളിക എന്ന് പറയുന്നത്. അണ്ടത്തിൻ്റെ ഉൽപ്പാദനം തടയുകയാണ് ഈ ഗുളിക ചെയ്യുന്നത്, അല്ലെങ്കിൽ അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഡയഫ്രം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിവെന്റ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ്, യൂട്രസിനകത്തോട്ട് സ്പേം എത്താത്ത രീതിയിൽ നമ്മുടെ ഡയഫ്രം ആണ് അവിടെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു എത്തുന്നതിന് തടയിടുന്ന സാധനമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ആൻഡ് യൂസ് ഓഫ് സ്പേമിസൈഡ്സ് അല്ലെങ്കിൽ പുംബീജനാശിനികൾ, അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സ്പേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. എവിടെയുള്ള റീജിയനിൽ, സെർവിക്സ് റീജിയനിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓയിൽമെൻ്റ് ആയിരിക്കും അത് അവിടെ തേച്ച് കഴിഞ്ഞാൽ അതിലൂടെ എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്പേംസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഇൻട്രായുട്ടേറിയൻ ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡയഫ്രം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇൻട്രായുട്ടേറിയൻ ഡിവൈസസ്. ഇതെന്ത് തടയുന്നു, കോപ്പർ ടീ പോലുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇംപ്ലാന്റേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന ട്യൂബക്ടമി ആണ്. ഇതൊരു പെർമനൻറ്റ് മെത്തേഡാണെന്ന് പറയാം. അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ട്യൂബ് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ട്യൂബക്ടമി എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഉണ്ടാവുക, സ്ത്രീകളിലാണ് ഇത് നടക്കുന്നത് അല്ലേ, ലേഡീസിലാണ് ഇത് ചെയ്യുക. നമുക്ക് പുരുഷന്മാരിൽ ഈ ഒരു ഓർഗൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ട്യൂബക്ടമി എന്ന് വിളിക്കുന്നത് ലേഡീസിലുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ കോണ്ടംസ് എന്ന് പറയുന്നത് അല്ലേ, ഗർഭനിരോധന ഉറകൾ യൂസ് ചെയ്യുന്നത്. പുംബീജം യോനിയിൽ നിക്ഷേപിക്കുന്നത് തടയുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഡിപ്പോസിറ്റ് ഓഫ് സ്പേംസ് ആൻഡ് വജൈന, അതിൻ്റെ പ്രിവെൻഷനാണ് നമ്മുടെ കോണ്ടംസ് ചെയ്യുന്നത്.
അടുത്തായിട്ട് വരുന്നതാണ് വാസക്ടമി. ഇപ്പം നേരത്തെ ട്യൂബക്ടമി പറഞ്ഞു. ട്യൂബക്ടമി ആരിലാണ്? സ്ത്രീകളിലാണ് ചെയ്യുന്നതെങ്കിൽ വാസക്ടമി ആരിലാണ് മക്കളെ ചെയ്യുന്നത്? പുരുഷന്മാരിലാണ് വാസക്ടമി ചെയ്യുന്നത്. അപ്പോൾ വാസ ഡിഫറൻസിൽ ടെസ്റ്റിസിൽ നിന്നും സ്പേംസിനെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വാസ ഡിഫറൻസ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുന്നതിനാണ് വാസക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാസക്ടമിയും ട്യൂബക്ടമിയും ഇപ്പം പണ്ടെല്ലാം കോമൺ ആയിട്ട് ഈ വാസക്ടമി ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ കൂടുതലും ട്യൂബക്ടമിയാണ് നടക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലേക്കാണ്. അതായത് പുരുഷന്മാരിൽ എങ്ങനെയൊക്കെ വന്ധ്യത ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ്? അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ സ്പേമിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഉണ്ടാവുന്ന ഡിഫക്റ്റീവ്നെസ്, പിന്നെ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ദിയർ മോട്ടിലിറ്റി ആൻഡ് സർട്ടൻ ഡിസീസസ് ക്യാൻ കോസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഈ മെയിലിൽ നോക്കുവാണെങ്കിൽ സ്പേംസ് ആണല്ലോ അവരുടെ ആ ഒരു പുംബീജമാണല്ലോ ഫെർട്ടൈൽ ആയിട്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഷേപ്പ്, സൈസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്പേമിൻ്റെ. അപ്പോൾ ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്ഷനെ, ഫെർട്ടിലൈസേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം മെയിലിൽ വരുന്നത് ഈ ചലനശേഷി, ചലനശേഷിയുടെ കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകൃതി കുറവൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഫീമെയിലിൽ വരുവാണെങ്കിൽ എന്തൊക്കെയാണ്? ഓവുലേഷൻ ഡിസോർഡേഴ്സ്, മര്യാദയ്ക്ക് ഓവുലേഷൻ നടക്കാതിരിക്കുക, ആൻഡ് ബ്ലോക്കേജ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്, ആൻഡ് ഹോർമോണൽ ഇൻബാലൻസ് പലർക്കും ഉണ്ടാവും അല്ലേ, ഹോർമോൺ ഇൻബാലൻസസ് ഒക്കെ. അതുപോലെ തന്നെ PCOD, PCOS എന്നൊക്കെ പറയില്ലേ, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം എന്ന് പറയുന്ന ഡിസീസ്, ഇതൊക്കെ എന്തിന് കോസ് ചെയ്യാം? ഇൻഫെർട്ടിലിറ്റിക്ക് കോസ് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ കൂടുതലും എന്തൊക്കെയാണെന്ന് അറിയാമോ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അല്ലാതെ നമ്മൾ ജനറ്റിക്കലായിട്ട് അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. കൂടുതലും ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഈ PCOD ഒക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം മക്കൾ നന്നായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് അതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് അതിന് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും, എങ്ങനെയാണ് ഈ രോഗം നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ചികിത്സ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ടോക്സിൻ സൊല്യൂഷൻ, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ എന്തിന് സാരമായിട്ട് ബാധിക്കുന്നതാണ്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം, ഇവയൊക്കെ ലൈംഗികമായിട്ട് പകരുന്ന അണുബാധ, ഇതൊക്കെ പ്രത്യുൽപാദനത്തിലെ അവയവത്തിലെ വീക്കം ഒക്കെ എന്തിനെ? പ്രത്യുൽപാദനക്ഷമതയെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രത്യുൽപാദനക്ഷമതയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ടോക്സിൻസ്, പൊല്യൂഷൻ, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ കൺസപ്ഷൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരുന്നത്, ആൻഡ് ഇൻഫ്ലമേഷൻസ് ഒക്കെ, ഇൻഫെക്ഷൻസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ആ ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഹോർമോൺ ആൻഡ് സെമൻ ടെസ്റ്റ് ഇൻ ദ ലബോറട്ടറി, അൾട്രാസൗണ്ട് സ്കാനിങ് ആൻഡ് ജനറ്റിക് ടെസ്റ്റ് ക്യാൻ ബി ഡയഗ്നോസ് ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റുകളെല്ലാം നടത്താം. എന്തുകൊണ്ടായിരിക്കും? ഈ സെമൻ അനാലിസിസ് നടത്താം. അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഏതെല്ലാമാണെന്ന് മക്കൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മുടെ IVF, പിന്നെ നമ്മുടെ IUI എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ടല്ലോ, ജിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്താണ്? അസിസ്റ്റഡ് ടെക്നോളജീസ് ആണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ വരുന്നതാണ്. അപ്പോൾ മരുന്നുകളും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പോലുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയും വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിലോട്ടാണ്. ലൈംഗിക രോഗാണുബാധകൾ. അപ്പോൾ ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ ഒരു രോഗം വരുന്നത്. കാരണം ഈ ഒരു ഇൻഡിവിജ്വലിൽ, ആ ഒരു ഡിസീസ് ഉള്ള ഇൻഡിവിജ്വലുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് ഈ ഡിസീസ് ഇങ്ങനെ പകരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അതുണ്ടാക്കുന്നത് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ്, ഇത് ഏതുമാകാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന കുറച്ച്
സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. ഒന്ന് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം, എയ്ഡ്സ് ഉള്ള ആളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു ആൾക്കും എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന അസുഖം, ഗൊണേറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർപ്പിസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ HPV ഇൻഫെക്ഷന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാൻസറിനെയും കൂടെ കോസ് ചെയ്യുന്ന, സെർവിക്കൽ ക്യാൻസറും ഉണ്ടാക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്, പിന്നെ ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡയാസിസ് എന്നൊക്കെ പറയുന്ന ഡിസീസസ്, ഇത്രയും ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ആൻഡ് ഓൾസോ വാക്സിനേഷൻസ് എഗെയിൻസ്റ്റ് HPV, നമുക്കറിയാം ഹ്യൂമൻ പാപ്പിലോമ വൈറസിനും ഹെപ്പറ്റൈറ്റിസ് ബിക്കൊക്കെ എതിരെ വാക്സിനേഷൻസും ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് വളരെയധികം ശുചിത്വം നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഹെൽത്ത് ആൻഡ് ഹൈജീൻസ്, ജെനൈറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ആ ഒരു ലോങ് ടേം ആയിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ രോഗപകർച്ചയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വമെല്ലാം വളരെയധികം നോക്കേണ്ടതാണ്. ആൻഡ് കുറേ STI ഉണ്ടാക്കുന്ന പാത്തോജൻസിനെ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് വൺ ഗോണക്കോക്കെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ് ഈ ഒരു രോഗകാരി എന്ന് പറയുന്നത്, ഗോണക്കോക്കെ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ട്രോപ്പണിമ പാലിഡിയം എന്ന് പറയുന്ന വൈറസിനെ കാണാൻ പറ്റും. ഇതും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കോസ് ചെയ്യുന്ന വൈറസ് ആണ്, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇപ്പോൾ പറഞ്ഞില്ലേ HPV വൈറസ് അല്ലെങ്കിൽ HPV അണുബാധയും സെർവിക്കൽ ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെർവിക്കൽ ക്യാൻസറിലേക്ക് അത് വഴിതെളിക്കുന്നതാണ്. അതായത് ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാകുന്ന വൈറസ് വിഭാഗമാണിത്. അപ്പോൾ നമ്മുടെ ആ ഒരു ജനൈറ്റൽ ഏരിയയിൽ ഇങ്ങനെ എന്താ പറയുക ഒരു വാട്ട്സ് ഉണ്ടാവും. നമുക്ക് വാട്ട്സ് എന്ന് പറഞ്ഞാൽ അരിമ്പാറ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. അതും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധയെ തടയാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇത് സിംറ്റംസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ തടയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ക്രോണിക് ഇൻഫെക്ഷൻസ് വിത്ത് ഹൈ റിസ്ക് HPV ടൈപ്പ് കോസസ് സർട്ടൻ ചേഞ്ചസ് ഇൻ ദ സെൽസ് ഓഫ് ദി സെർവിക്സ്. അപ്പോൾ അവിടെ സെർവിക്സിലെ ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങൾ, അപ്പോൾ HPV എന്ന് പറയുമ്പോൾ ഒറ്റൊരു വൈറസ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറസുകളാണ്. അപ്പോൾ ഈ ഇനങ്ങൾ സ്ഥിരമായിട്ടുള്ള സെർവിക്സിലെ കോശങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ തുടർന്നു പോകും. പക്ഷേ ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും നമുക്ക് അധികമായിട്ട് കാണാൻ പറ്റത്തില്ല. ദ റിസ്ക് ഓഫ് സെർവിക്കൽ ക്യാൻസർ ഈസ് ഹയർ ഇൻ ഗേൾസ് ഹു ഹാവ് സെക്സ് ബിഫോർ ദ ഏജ് ഓഫ് 18 ഇയേഴ്സിന് മുമ്പ് സെക്സ് ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിലാണ് ഇങ്ങനത്തെ പെൺകുട്ടികളാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ആൻഡ് വൈറസ് ഇൻഫെക്ഷൻ ഈസ് സിവിയർ എമംഗ് ദം. ഈ വൈറസ് ബാധിത അവരിൽ വളരെ തീവ്രമായിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. എന്താണ്? പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയും അല്ലേ? പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് HPV ടെസ്റ്റിംഗ് എന്നിവ ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പം പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HPVൻ്റെ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണത്. ആൻഡ് 26 വയസ്സ് വരെയും പുരുഷന്മാരിൽ 21 വയസ്സ് വരെയും ഇതിന് വാക്സിനുകളും ഇറങ്ങിയിട്ടുണ്ട്. സെർവിക്കൽ ക്യാൻസറിനെതിരെ വാക്സിനുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് എവല്യൂഷൻ ഓഫ് ദി റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ്, നമ്മൾ ഇനി അടുത്ത ലാസ്റ്റിലോട്ട് വരെയാണ് നമ്മുടെ എവല്യൂഷൻ പ്രക്രിയ, നമ്മുടെ പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ആൻഡ് ഈ പരിണാമത്തിൻ്റെ ഒരു നമുക്ക് എവല്യൂഷൻ സംഭവിച്ചത് നമുക്കറിയാം അല്ലേ? എവല്യൂഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടയാളം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യുൽപാദന രീതിയിലും കാണാനായിട്ട് പറ്റും. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രം എഗ് ലേയിങ് ഓർഗാനിസം ടു മാമ്മൽസ്. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ഓർഗാനിസംസ് അല്ലേ? ഓർഗാനിസംസിൽ നിന്നും നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ എഗ് ലേയിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ മാമ്മൽസ് വരുന്നത്, അതായത് മാമറി ഗ്ലാൻഡും പ്ലാസൻ്റെയും ഉള്ള മാമ്മൽസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ സംഭവിക്കുന്നത്? മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളിൽ നിന്നും പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തനികൾ വരെയുള്ള വികാസമാണ് അവിടെ നമ്മുടെ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജ് മുതൽ നമ്മൾ ആ ഒരു അഡൽട്ട് സ്റ്റേജ് വരെ നമ്മൾ സൂചിപ്പിക്കുന്നത്.
ആൻഡ് നട്ടെല്ലുള്ള ജീവികളുടെ പരിണാമത്തിൽ നിന്നും ഇത് സുവ്യക്തമാണ് അല്ലേ. നമുക്ക് ഈ നമ്മുടെ ഇൻവേർട്ടിബ്രേറ്റ്സിൽ നിന്നും വെർട്ടിബ്രേറ്റ്സിലോട്ടുള്ള ആ ഒരു പരിണാമവും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഫിഷ് ആൻഡ് ആംഫിബിയൻസ് പ്രൊഡ്യൂസ് ത്രൂ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ ബീജ സംയോഗം നടക്കുന്നത് ബോഡീൻ്റെ അകത്ത് വെച്ചിട്ടല്ലേ, ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ തവളകളിൽ, റെപ്റ്റൈൽസിൽ, അതായത് നമ്മുടെ ഉഭയജീവികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. നമ്മളെപ്പോലെ അവർക്ക് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അല്ല, അതായത് പുറത്ത് വെച്ചിട്ടാണ് അവരുടെ ആ ഒരു ബീജ സംയോഗം നടക്കുന്നത്. ഈ മാറി മാറി ഇങ്ങനെ മെയിൽ ഫ്രോഗ്, ഫീമെയിൽ ഫ്രോഗ്, മെയിൽ ഫ്രോഗ് വെള്ളത്തിലേക്ക് സ്പേംസിനെ ഡിപ്പോസിറ്റ് ചെയ്യും, ഫീമെയിൽ ഫ്രോഗ് അവിടെ തന്നെ എഗ്ഗ് ഡിപ്പോസിറ്റ് ചെയ്യും. ദെൻ ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് അവരുടെ ഒരു ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ശരീരത്തിന് പുറത്ത് വെച്ചിട്ട് അവരുടെ മുട്ടയെല്ലാം വിരിഞ്ഞു വരുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി സസ്തനികളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർ മുട്ട ഇടുന്നത് മാറിയിട്ട് അണ്ടമായിട്ട് മാറും അല്ലേ. അണ്ടം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉണ്ട്. അത് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മൾ ഫെർട്ടിലൈസേഷൻ വഴി എന്തായിട്ട് മാറുകയാണ്, ഒരു ഫീറ്റസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഈസിയാണ്, പക്ഷേ ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എൻ്റെ പിള്ളേർക്ക്, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.